ഹലോ അസ്സലാമലൈക്കും. കൊച്ചിൻ മിനാർ ക്രൂയിസിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 9:30 മണിക്കാണ് കേട്ടോ യാത്ര പുറപ്പെടുന്നത്. ബ്രദറിൻ്റെ നിക്കാഹിന് ശേഷം എല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന് കുറേ ആയിട്ട് ഞങ്ങളിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് ആ ദിവസം വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രദറിനെ നമ്മൾ പെരുമ്പാവൂർന്ന് പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് നല്ല സീ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ നേരെ പോയത് കടവ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. നല്ലൊരു വ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല കാഴ്ചയൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സീ ഫുഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അവരതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയൊരു ട്രേയിൽ ഫുൾ ഐറ്റംസ് ഇവരെ നമ്മളിങ്ങനെ കൊടുന്ന് കാണിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്താൽ അവർ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുന്ന് തരികയാണ് ചെയ്യുക കേട്ടോ. ഈ സീ ഫുഡ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ബഫേ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പകരം നല്ല സീ ഫുഡ് കഴിക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഇല വന്നു. ആദ്യം തന്നെ നല്ല അച്ചാറും കപ്പപ്പുഴുക്കുമാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് കപ്പപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാ കൂട്ടുകറികളും പായസം, മോരും, ഉപ്പേരി അങ്ങനെ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല മീൻ തോരനും പിന്നെ ഒരു ബീഫ് ഫ്രൈയും പിന്നെ ഒരു കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കൊച്ചിയിൽ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ക്രൂയിസ് ടൈം 5:30 മണിയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കയറി നേരെ ലുലുവിൽ കയറാം. പക്ഷെ പോണ വഴിക്ക് കുറേ നേരം ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കേണ്ടി വന്നു. ഒരുവിധം 3-3:30 ആകുമ്പോഴാണ് നമ്മൾ ലുലുവിൽ എത്തുന്നത്. ജാനുവരി ടൈം ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഷോപ്പിലും നല്ല സെയിൽ നടക്കുകയാണ് കേട്ടോ. നല്ല ഓഫർ ഉണ്ട്. ഇവിടെ 50% ഓഫറിന് ഒരുവിധ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 2-3 സാധനങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിലൊന്നും പോകാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു. ഒരുവിധം എല്ലാ ഷോപ്പിലും വെറുതെ നടന്ന് ഞങ്ങൾ കുറച്ച് സമയം കളഞ്ഞു. ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ പോണ വഴിക്ക് ചെറിയൊരു തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരു ചായയും കോഫിയൊക്കെ കുടിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ അങ്ങനെ 5 മണിയാകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. കാരണം ഒന്നുമല്ല, നല്ല ബ്ലോക്ക് തന്നെയാണ് റോഡിലൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പാർക്ക് ചെയ്തിട്ട് ഇതാ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗം എല്ലാവർക്കും അറിയുണ്ടാവില്ലേ, നല്ല കുലുക്കി സർബത്തും കോൾഡ് ബൂസ്റ്റൊക്കെ കിട്ടുന്ന ഈ ഏരിയ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത് നമ്മളെ മറൈൻ ഡ്രൈവിൽ തന്നെയാണ് കേട്ടോ. കുറച്ച് നേരത്തെ എത്തിയോണ്ട് കുറേ നേരം നമ്മൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ക്രൂയിസിൽ കയറാനായിട്ട് പോകുന്നത്. ഇവിടെ ക്രൂയിസ് പല ടൈമിലും അവൈലബിൾ ആണ്. അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് ന്യൂണും ഈവനിങ്ങും നൈറ്റും ഒക്കെ അവൈലബിൾ ആണ്. ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ് ആണ് ചൂസ് ചെയ്തത്. വേറെ ഒന്നുമല്ല, നല്ല സൺസെറ്റും കാണാം, പിന്നെ രാത്രിക്കത്തെ ഒരു വൈബും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ 5:30 to 7:30 എന്നുള്ളൊരു ടൈമിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ക്രൂയിസിൽ കയറി തുടങ്ങി. ഇതാ സൺസെറ്റിൻ്റെ ഒരു ടൈം ആയി തുടങ്ങിയാണ്. നല്ല തിരക്കുണ്ട്. അപ്പുറത്തെ ക്രൂയിസിലും നിങ്ങൾക്ക് കാണാം കുറേ പേര് വന്നു നിൽക്കുന്നുണ്ട്. ക്രൂയിസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഇവർ DJ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളിതാ ഇതിൻ്റെ മേലത്തെ ഫ്ലോറിലാണ് കേട്ടോ ഇരിക്കേണ്ടത്. ഇവിടെ ഒരുപാട് പേർക്കുള്ള ഏരിയ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരുവിധ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല സീറ്റ് നോക്കി പിടിക്കുന്ന തിരക്കിലാണ്. കോർണർ സീറ്റ് കിട്ടിയാലാണ് നല്ല വ്യൂ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കയറി ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 5:45 കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്രൂയിസൊക്കെ നീങ്ങി തുടങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നല്ല കാറ്റും പിന്നെ നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. നല്ല രസമാണ് ഈ വ്യൂ കാണാൻ. ഫോട്ടോ എടുത്തപ്പോൾ തന്നെ എല്ലാവരും സൈഡിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. കോർണറിൽ നിൽക്കുമ്പോഴാണ് എല്ലാ വ്യൂ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ചെറിയൊരു ഇൻട്രൊഡക്ഷനും പിന്നെ ഇവരുടെ ഒരു സേഫ്റ്റി ഗൈഡൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാരണം വേറെ സ്റ്റേറ്റിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ നമുക്കുള്ള സ്നാക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഓരോ സമൂസയും കുക്കീസും ആണ് ഉള്ളത്. പിന്നെ ഒരു കോഫിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇതല്ലാത്ത പാക്കേജസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ക്രൂയിസിലുള്ള ആളുകളെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് പാട്ടിൻ്റെ ടൈമായിരുന്നു കേട്ടോ. 2-3 പേര് വന്ന് നല്ല പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പാട്ടിങ്ങനെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. നമ്മളിതാ ഈ കോർണറിൽ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ കുറച്ച് നേരം ക്രൂസിലുള്ള ചെറിയ ചെറിയ കുട്ടികളുടെ പാട്ടും കലാപരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പാർട്ടാണ് കേട്ടോ. ക്രൂസിൽ അവസാനം ഇവരൊരു മജീഷ്യൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഇത് ഭയങ്കര രസമായിരുന്നു, നല്ല കോമഡി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടൈമായിരുന്നു. 10-20 മിനിറ്റേ ഉള്ളൂ, പക്ഷെ അതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ക്രൂസിൽ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു മാജിക് ഷോ തന്നെയാണ്. The easiest way for making money for buying birthday gifts. മാജിക് ഷോ കഴിഞ്ഞ് ഇവിടെ അടിയിൽ തന്നെ ഒരു DJ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് പ്രോഗ്രാം കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് വീണ്ടും മേലക്ക് തന്നെ കയറി, കാരണം ഈ ഒരു കാഴ്ച അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. രാത്രി ഈ വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഒരു 7:45 വരെ നമുക്കിതാ ഈ ക്രൂസിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവർ ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ നമ്മളൊരു കസിൻ്റെ വീട്ടിലോട്ട് പോയി അവിടുന്ന് രാത്രിക്കത്തെ ഡിന്നറും കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ടുള്ളത്. അപ്പോൾ മറൈൻ ക്രൂസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.